കർത്താവിൻ്റെ പുനഃനാമത്തിന് പിന്നെയും മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ്. അപ്പോൾ പുതിയതായി കുറച്ച് പേരുള്ളത് കൊണ്ട് ഞാൻ ഇതുവരെ പഠിച്ചതിൻ്റെ ഒരു ഔട്ട്ലൈൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. നമ്മൾ മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായം ആരംഭിച്ചപ്പോൾ നമ്മൾ 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങളിൽ രാജാവായിരിക്കുന്ന ക്രിസ്തുവിനെ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നതാണ് നമ്മളവിടെ കാണുന്നത്. യേശു ക്രിസ്തു രാജാവാണ് എന്ന് പഠിപ്പിക്കുന്ന മനോഹരമായ ബൈബിളിലൊരു പുസ്തകമാണ് മത്തായി എഴുതിയ സുവിശേഷം. അതുകൊണ്ട് തന്നെ മത്തായി എഴുതിയ സുവിശേഷത്തിൻ്റെ ആദ്യത്തെ 4 അധ്യായങ്ങൾ രാജാവായ ക്രിസ്തുവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അവിടെ രാജാവിൻ്റെ വംശാവലി നമ്മൾ പഠിച്ച സമയത്ത് പറഞ്ഞു. മത്തായി എഴുതിയ സുവിശേഷത്തിലെ വംശാവലിയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വംശാവലിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താണ് വ്യത്യാസം? മത്തായി എഴുതിയ സുവിശേഷത്തിൽ രാജാക്കന്മാരുടെ വംശാവലിയാണ് എഴുതിയിരിക്കുന്നത്. ദാവീദ് മുതൽ അല്ലെങ്കിൽ അബ്രഹാം മുതൽ ആരംഭിച്ച് ദാവീദ് കഴിഞ്ഞാൽ ശലോമോൻ മുതലുള്ള വംശാവലിയാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രാജാക്കന്മാരിലൂടെയുള്ള വംശാവലിയാണ്. എന്നാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ യേശുവിൻ്റെ വംശാവലി എന്ന് പറയുന്നത് രാജാക്കന്മാരുടെ വംശാവലിയല്ല, അവൻ മനുഷ്യൻ എന്ന നിലയിലുള്ള വംശാവലിയാണ്. വേറെ രീതിയിൽ പറഞ്ഞാൽ മത്തായി എഴുതിയ സുവിശേഷത്തിലെ വംശാവലി യോസേഫിൻ്റെ വംശാവലിയും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ വംശാവലി മറിയയിലൂടെയുള്ള വംശാവലിയുമാണ്. അപ്പോൾ അവിടെ രാജാവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ടാണ് 2-ാമത്തെ അധ്യായത്തിൽ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? അപ്പോൾ രാജാവായ ക്രിസ്തുവിനെയാണ് മത്തായി തൻ്റെ സുവിശേഷത്തിൽ അവതരിപ്പിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള അധ്യായങ്ങൾ രാജാവിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനാണ്. രണ്ടാമതായി 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 7-ാം അധ്യായത്തിൻ്റെ 19 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് 4-ന്റെ 12 മുതൽ 7-ന്റെ 29 വരെ ദ അതോറിറ്റി ഓഫ് ദ കിങ്. യേശു ക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണമാണ് ഈ വേദഭാഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഉള്ളടക്കം. യേശു ക്രിസ്തു പ്രസംഗിച്ചപ്പോൾ അധികാരമുള്ളവനായിട്ടാണ് പ്രസംഗിച്ചത് എന്ന് നമ്മൾ കാണുന്നുണ്ട്. 4-ന്റെ 12 മുതൽ 7-ന്റെ 29 വരെ യേശു ക്രിസ്തുവിൻ്റെ അതോറിറ്റിയെ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങളാണ്. യേശു ഗുരുക്കന്മാരെ പോലെ ഇരുന്നു കൊണ്ട് ഗിരിപ്രഭാഷണം നടത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ അവർ ആശ്ചര്യപ്പെട്ടിട്ട് ചോദിക്കുകയാണ്, ഇവൻ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ പ്രസംഗിക്കുന്നത്, അധികാരമുള്ളവനായിട്ടത്രേ എന്നവർ പറയുന്നുണ്ട്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ആധികാരികത നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. മൂന്നാമതായി രാജാവാണെന്ന് വെളിപ്പെടുത്തുന്ന ചില സംഭവങ്ങളാണ് 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ നമ്മൾ കണ്ടത്. നമ്മളവിടെ ഒരു ദീർഘമായ പഠനമായിരുന്നു. യേശു ചെയ്ത അത്ഭുതങ്ങൾ, യേശു സൗഖ്യമാക്കിയത്, യേശുവിന് പ്രകൃതിയുടെ മേൽ അധികാരമുണ്ട്, കാറ്റിൻ്റെ മേൽ അധികാരമുണ്ട് എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് മത്തായി ആ ഭാഗത്ത് നിരത്തി വച്ചത്. ഞാൻ അത് എടുത്ത സമയത്ത് പറഞ്ഞിരുന്നു, മത്തായി തൻ്റെ സുവിശേഷം എഴുതിയപ്പോൾ ലൂക്കോസ് എഴുതിയതുപോലെ സംഭവങ്ങളുടെ ക്രമമനുസരിച്ചല്ല എഴുതിയത്. പിന്നെ എന്താ എഴുതിയത്? മശിഹായാണെന്ന് തെളിയിക്കുന്ന രീതിയിൽ ഒരടുക്കും ചിട്ടയുമാണ് മത്തായി കൊണ്ടുവന്നത്. മനസ്സിലാവുന്നുണ്ടോ? ലൂക്കോസ് സുവിശേഷം എഴുതിയപ്പോൾ ലൂക്കോസ് തന്നെ പറഞ്ഞു, ആദ്യം മുതൽ എല്ലാം പരിശോധിച്ച് ക്രമമായി എഴുതണമെന്നാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. ലൂക്കോസ് 1-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞു. എന്നാൽ മത്തായി സംഭവിച്ച സംഭവങ്ങളുടെ ക്രമം അനുസരിച്ചല്ല എഴുതിയത്. പിന്നെന്താണ്? ഈ തീമാണ്, രാജാവിനെ പ്രസന്റ് ചെയ്യുന്നു. 2, രാജാവിൻ്റെ അധികാരത്തെ വെളിപ്പെടുത്തുന്നു. 3, രാജാവാണെന്നുള്ളതിന് അല്ലെങ്കിൽ അവൻ അധികാരമുള്ളവനാണെന്നുള്ളതിൻ്റെ ചില ഉദാഹരണങ്ങൾ കൊണ്ടുവന്ന് നിരത്തുകയാണ്. മത്തായി തൻ്റെ സുവിശേഷം എഴുതിയത് ആർക്ക് വേണ്ടിയാണ്? പ്രധാനമായും യഹൂദന്മാർക്ക് വേണ്ടിയാണ്. അപ്പോൾ യഹൂദന്മാരോട് അവതരിപ്പിക്കുകയാണ് മശിഹ ആരാണ്? യേശു ക്രിസ്തുവാണ് എന്നുള്ളത് ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ 11 അധ്യായങ്ങൾ അതാണ് കണ്ടത്. എന്നാൽ 11-ാമത്തെ അധ്യായത്തിലേക്ക് വരും. ആദ്യത്തെ 10 അധ്യായങ്ങൾ അങ്ങനെ കഴിഞ്ഞു. 11-ാമത്തെ അധ്യായം മുതൽ 13-ാമത്തെ അധ്യായം വരെ ഈ രാജാവിനോടുള്ള എതിർപ്പാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? യോഹന്നാൻ സ്നാപകൻ യേശുവിൻ്റെ അടുത്തൊരു കമ്മ്യൂണിക്കേഷൻ എന്താണ്? വരുവാനുള്ളവൻ നീ തന്നെയാണോ? ഞങ്ങൾ വേറൊരുവിന് വേണ്ടി കാത്തിരിക്കണമോ? ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിളിച്ചു പറഞ്ഞ യോഹന്നാൻ പോലും
യേശു ക്രിസ്തുവിനെ മശിഹയാണോ എന്ന സംശയത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്. യേശു മറുപടി കൊടുക്കുന്നുണ്ട്, നിങ്ങൾ കണ്ടതും കേട്ടതൊക്കെ ചെന്ന് പറഞ്ഞാൽ മതി, യോഹന്നാന് മനസ്സിലായിക്കോളും. ഇല്ലേ? ഈ യഹൂദന്മാർ യേശുവിനെ മശിഹ എന്ന സ്ഥാനത്ത് തള്ളിക്കളഞ്ഞു. അതാണ് 11-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അങ്ങനെ തള്ളിക്കളഞ്ഞതിൻ്റെ ചില ഉദാഹരണങ്ങളാണ് ഇന്ന് 12-ാമത്തെ അധ്യായത്തിൽ നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. തള്ളിക്കളഞ്ഞു എന്നുള്ളതിന് ചില ഉദാഹരണങ്ങൾ, ഇന്ന് നമ്മളതിൽ ഒരു ഉദാഹരണം മാത്രമേ കാണുന്നുള്ളൂ. രണ്ടാമത്തേത് മുതലുള്ള ഉദാഹരണങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. ഇന്ന് ഒരേ ഒരു ഉദാഹരണം മാത്രം ചിന്തിച്ച് അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മത്തായി എഴുതിയ സുവിശേഷം 12-ാമത്തെ അധ്യായത്തിൽ ഇസ്രായേൽ യേശുവിനെ മശിഹായെ നിരാകരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ, അതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. 13:54 മുതൽ, അത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ, അതിൻ്റെ ഔട്ട്ലൈൻ നമുക്ക് അവിടെ കാണാം. പക്ഷേ അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. ഒത്തിരി ഇൻട്രൊഡക്ഷനിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച ഇന്ന് വന്നവർക്കൊരു ഇൻട്രൊഡക്ഷൻ കിട്ടാൻ വേണ്ടി, മത്തായിയുടെ ഒരു ഫ്ലോ മനസ്സിലാകാൻ വേണ്ടി മാത്രം ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ 11 അധ്യായം ഒറ്റ ശാസ്തി പറഞ്ഞ് തീർത്തല്ലേ? ഒറ്റ ശാസ്തി മത്തായിയുടെ സുവിശേഷം 11 അധ്യായം പഠിച്ചെന്ന് വേണേൽ പറയാം. ഓക്കെ, എന്തായാലും യൂട്യൂബിൽ ഇതെല്ലാം കിടപ്പുണ്ട്, നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് 12-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. വളരെ പ്രത്യേകമായ ചില ഉദാഹരണങ്ങൾ 12-ാം അധ്യായത്തിൽ കൊണ്ടുവരികയാണ്. എന്തൊക്കെയാണ്? ഇവിടെ നമുക്കറിയാം, യേശുവിനോടുള്ള യഹൂദന്മാരുടെ എതിർപ്പ്, അത് പ്രധാനമായും 2 രീതിയിലുള്ള എതിർപ്പാണ് യേശുവിനുണ്ടായിരുന്നത്. മത്തായി പ്രസൻറ്റ് ചെയ്യുന്നത് അങ്ങനെയാണ്. ഒന്നാമത്തെ എതിർപ്പെന്ന് പറയുന്നത് മത നേതാക്കന്മാരുടെ എതിർപ്പ്. പുരോഹിതന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ എന്നിവരുൾപ്പെടുന്ന ഒരു നേതൃത്വത്തിൻ്റെ എതിർപ്പാണ് പ്രധാനമായും ഈ യേശുവിനെതിരെ മത്തായി പ്രസൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ എതിർപ്പെന്ന് പറയുന്നത് പുരുഷാരത്തിൻ്റെ എതിർപ്പാണ്. ആ എതിർപ്പെന്ന് പറയുന്നത് ഒരു സാധാരണക്കാരുടെ ഇടയിലുള്ള എതിർപ്പാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രത്യേകത, അവർ ചില ചോദ്യങ്ങളിൽ നിന്നാണ്, ചില സംശയങ്ങളിൽ നിന്നാണ് അവർ എതിർക്കുന്നത്. നമ്മളത് രണ്ടും ഇന്നത്തെ ക്ലാസ്സുകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇന്ന് നമ്മൾ പ്രധാനമായും ആദ്യത്തെ എതിർപ്പാണ്, റിലീജിയസ് ലീഡേഴ്സിൻ്റെ, മത നേതാക്കന്മാരുടെ എതിർപ്പാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇനിയും ഇവിടെ നാം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എതിർപ്പ് തുടങ്ങി അതിങ്ങനെ വർദ്ധിച്ചു വരികയാണ്. 11-ാമത്തെ അധ്യായം വരെ അവർ എതിർക്കുന്നുണ്ട്. 12-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ ചില ഉദാഹരണങ്ങളും ചൂണ്ടിക്കാണിക്കുകയാണ്. എതിർപ്പ് എന്ത് ചെയ്യുകയാണ്? യേശു അത്ഭുതങ്ങൾ കൂടുതൽ ചെയ്യുന്നു. പക്ഷേ മത്തായി പ്രസൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അതനുസരിച്ച് എതിർപ്പും കൂടി വരും. ആ ഒരു രീതിയിലാണ് മത്തായി ഈ കാര്യങ്ങളെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നത്. ഇനിയും ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ ഒരു കാര്യം ഓർമ്മയിലിരിക്കണം, ഈ അധ്യായം വളരെ ക്രൂഷ്യലാണ്. എന്താണ് ഈ അധ്യായം ക്രൂഷ്യലാന്ന് പറയാൻ കാരണം, ഈ അധ്യായം കഴിഞ്ഞാൽ ഇസ്രായേൽ ജനത്തോട് ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കുന്നത് നിർത്തി. ഈ ഒരു അധ്യായത്തോടു കൂടെ മത്തായി പറഞ്ഞു വരുന്നത് എന്നാണെന്നറിയാമോ? നിങ്ങളുടെ എതിർപ്പ് കൂടി വന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടു, എന്താ? എരുശലേമിനോട് പറയാണ്, എരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറങ്കീഴ് മറയ്ക്കുന്ന പോലെ എനിക്ക് നിങ്ങളെ മറച്ചുകൊള്ളുവാൻ മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾക്ക് അന്ത്യന്യായ ദിവസം സോരിനും സീദോനിനും സോദോമിനും ഗൊമോറയ്ക്കും ഒക്കെ നിങ്ങളെക്കാൾ ന്യായവിധി സഹിക്കാൻ കഴിയുന്നതാകും. കാരണം എന്താ? ഇവര് തള്ളിക്കളഞ്ഞതുകൊണ്ട്, മെശിഹയെ ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് വലിയ എതിർപ്പുണ്ട് എന്ന് കർത്താവ് പറഞ്ഞിട്ട് അതിൻ്റെ ഉദാഹരണമാണ് 12-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ, വേറെ രീതിയിൽ പറഞ്ഞാൽ, ഈ അധ്യായത്തിലേക്ക് വരുമ്പോൾ പാരമ്യത്തിലെത്തുകയാണ്. യേശുവിനോടുള്ള എതിർപ്പിൻ്റെ അങ്ങ് ഉന്നതിയിലേക്ക് എത്തി എന്നുള്ളതാണ് 12-ാമത്തെ അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത് നമുക്ക് തരുന്നൊരു വലിയ മുന്നറിയിപ്പുണ്ട്. എന്താ മുന്നറിയിപ്പെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് സദാകാലവും നമ്മോട് വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. ഇസ്രായേൽ ജനത്തോട് ഇതാ ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു എന്ന് പ്രസംഗിച്ചു. 12-ാം അധ്യായത്തിലുമുണ്ട്. 12-ാം അധ്യായം കഴിഞ്ഞാൽ പിന്നെ അങ്ങനൊരു പ്രസംഗമില്ല. കാര്യം എന്നാ? വാദിക്കുന്നത് നിർത്തി.
ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെടുന്നത് നിർത്തി. പല പ്രാവശ്യം ദൈവാത്മാവ് സംസാരിച്ചു, പല പ്രാവശ്യം ദൈവാത്മാവ് ഇടപെട്ടു, എന്നിട്ടും മാനസാന്തരപ്പെടുന്നില്ല. എന്നിട്ടും വിശ്വാസത്തിന് വേണ്ടി ഒരു സമർപ്പണം എടുക്കുന്നില്ല, വിശ്വാസത്തിന് വേണ്ടി വില കൊടുക്കാൻ തയ്യാറാകുന്നില്ല, ഒരു കമ്മിറ്റ്മെൻ്റ് എടുക്കുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് അധികം കാലം ഇനി വാദിക്കില്ല. ഇതൊരു വലിയ മുന്നറിയിപ്പാണ്, ഇതൊരു വലിയ വാണിംഗ് ആണ്. 12-ാമത്തെ അധ്യായം കഴിഞ്ഞാൽ ദൈവരാജ്യം പ്രസംഗിക്കുന്നത് നിർത്തി, ദൈവരാജ്യം ആസന്നമായിരിക്കുന്നു എന്നുള്ള പ്രസംഗം നിർത്തി. യഹൂദന്മാരോട് മത്തായി പ്രസന്റ് ചെയ്യുന്ന അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തരുന്ന മുന്നറിയിപ്പ് ഞാൻ നിങ്ങളും ഒരിക്കലും അവഗണിക്കരുത്. അതുകൊണ്ട് ഇന്ന് ഈ തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഈ ചിന്ത നമ്മെ ഭരിക്കണം. ദൈവത്തിൻ്റെ ആത്മാവ് വാദിക്കുന്നത് സദാകാലത്തേക്കുമല്ല എന്നുള്ള ഈ വലിയ യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊണ്ടേ മതിയാവുകയുള്ളൂ. ഇനിയും നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തെ ഉദാഹരണം ശബത്തുമായി ബന്ധപ്പെട്ട ഉദാഹരണമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 1 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ ശബത്തിനെ ചൊല്ലിയുള്ളതായ ഒരു കോൺട്രവേഴ്സിയാണ്. എന്താണ് അവിടെ വായിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി. അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കതിർ പറിച്ച് തിന്നു തുടങ്ങി. പരീശർ അത് കണ്ടിട്ട്, ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു. ശബത്തിനെ ചൊല്ലിയുള്ളതായ ഒരു കോൺട്രവേഴ്സിയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്താണ് ശബത്തിൽ സംഭവിച്ചത്? ഈ വാക്യത്തിൽ തന്നെ വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുവും ശിഷ്യന്മാരും വയലിലൂടെ നടക്കുമ്പോൾ ശിഷ്യന്മാർ കതിര് പറിച്ചു തിന്നു. ഇതെങ്ങനാ ഇവന്മാർ കണ്ടത്? ഒരാളെ വിമർശിക്കാൻ വേണ്ടി നമ്മൾ എന്തുമാത്രം ശ്രദ്ധിച്ചു നോക്കൂ എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമായത്. അവിടെ പറയുന്നത്, ഇതാ ദേ കണ്ടോ, നമ്മുടെ ഭാഷ പറഞ്ഞു ദേ കണ്ടോ എന്ന് പറഞ്ഞാൽ ചുമ്മാ വഴിയെ നടക്കുമ്പോൾ ഇവന്മാർ ചുമ്മാ ഒരു കതിര് പറിച്ചതാ. പക്ഷെ അതുവരെ എന്ത് ചെയ്തു? നമ്മൾ കല്യാണത്തിനൊക്കെ കഴിക്കാൻ പോകുമ്പോൾ പലരും ഈ ഇടിയുടെ ഇടയ്ക്ക് കൈ കഴുകുന്ന കാര്യം മറന്നു. ആരേലും നമ്മുടെ പുറകാണ്, എടാ നീ കൈ കഴുകിയില്ലല്ലോ എന്ന് പറയാറുണ്ടോ? പക്ഷെ ശിഷ്യന്മാർ കൈ കഴുകാത്തത് പുറകെ നടന്ന് കണ്ടുപിടിച്ച യഹൂദന്മാരാ. എല്ലാവരും കൈ കഴുകും. കാരണം എന്നാ പറയാമോ? ഇത് നോക്കുന്നതിൻ്റെ ഉദ്ദേശം വിമർശിക്കാനായിട്ടാണ്. നമ്മളൊക്കെ എന്തൊരു ഏകാഗ്ര ഹൃദയത്തോടെ ഈ കാര്യം ചെയ്യുന്നത് അല്ലേ? ഒരാളെ വിമർശിക്കണമെന്നുണ്ടെങ്കിൽ അയാളെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യും. ഒരു ചെറിയ അനക്കത്തിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അപ്പം പിടിക്കും, നാട്ടുകാരെ മുഴുവൻ വിളിച്ച് അറിയിക്കുകയും ചെയ്യും. ഇത് വിമർശിക്കുന്നവരൊരു തെളിവാണ്. അപ്പോൾ ഇവിടെ ഈ ശിഷ്യന്മാർ എന്ത് ചെയ്തിരിക്കുകയാണ്? ഈ പരീശന്മാർ, യഹൂദന്മാർ യേശുവിൻ്റെ ശിഷ്യന്മാരെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്തിട്ട് അവർ പറയുന്നൊരു കാര്യം ഇതാണ്, ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇതെന്താ ഇവർ ശബത്തിൽ വിഹിതമല്ലാത്തത് ചെയ്തത്? എന്താ ചെയ്തത്? യഹൂദൻ്റെ ഭാഷയിൽ അവർ കൊയ്തു, അവർ മെതിച്ചു, അവർ കൊയ്ത്തും മെതിയും. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടല്ലോ, പതിര് വേർതിരിച്ചു. ഇത്രയും കാര്യം അവർ ചെയ്തു. വഴിയെ പോയപ്പോൾ കതിര് പറിച്ചു, കൊയ്ത്ത്. അവരുടെ വ്യാഖ്യാനം ഞാനതിനെ വിശദീകരിക്കാം. കൊയ്തു, കതിര് പറിച്ചു. 2 എന്ത് ചെയ്തു? കയ്യിലിട്ട് തിരുമി. എന്ത് ചെയ്തു? മെതിച്ചു. എന്നിട്ട് ഊതി. ഏതാ? പതിര് ഊതിക്കളഞ്ഞു. എന്ത് കഴിഞ്ഞു? കൊയ്ത്തും മെതിയും. മിഷ്ന എന്ന് പറഞ്ഞ് യഹൂദന്മാരുടെ ഇടയിലുള്ള ഒരു പ്രമാണമാണ്. എന്ന് പറഞ്ഞാൽ ബൈബിളിൽ പറയുകയാണ്, നിങ്ങൾ ശബത്ത് ആചരിക്കണം. അപ്പം എങ്ങനെയൊക്കെ ശബത്ത് ആചരിക്കണം എന്നുള്ളതിന് യഹൂദന്മാർ തന്നെ നിയമങ്ങൾ എഴുതിയുണ്ടാക്കി. അതിന് കൊടുത്ത പേരാണ് മിഷ്ന. ആ മിഷ്നയ്ക്കകത്ത് 39 കൂട്ടം കാര്യങ്ങളെ വിശദീകരിച്ചു. ആ 39 കൂട്ടം കാര്യത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, വയലിലൂടെ നിങ്ങൾ സിനഗോഗിലേക്ക് ശബത്ത് നാളിൽ പോകുമ്പോൾ കതിര് പറിക്കരുത്. കതിര് പറിച്ചാൽ അത് തിരുമരുത്. തിരുമിയാൽ പതിര് വേർതിരിച്ച് ഊതിക്കളയരുത്.
കൊയ്ത്തും കഴിഞ്ഞു, മെതിയും കഴിഞ്ഞു, പതിരും വേർതിരിച്ചു. ഇതുകൊണ്ടാണ് നമ്മൾ ബൈബിളിൽ വായിക്കുന്നൊരു പ്രയോഗമുണ്ട്, ശബത്ത് നാളിലെ വഴി നടന്നു. ശബത്ത് നാളിൽ എത്ര ദൂരം നടക്കാം? അതിന് മിഷ്നായിൽ നിയമമുണ്ട്. ശബത്ത് നാളിൽ ഇത്ര അടിയേ വെക്കാവൂ. അതാണ് ഈ ശബത്ത് നാളിലെ വഴി എന്നുള്ള പ്രയോഗം ബൈബിളിലെ. ഇന്നത്തെ യഹൂദന്മാർ എന്ത് ചെയ്യുമെന്നറിയാവോ? വെള്ളിയാഴ്ച വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലുള്ള എല്ലാ ലൈറ്റും ഓണാക്കും. കാരണം വെള്ളിയാഴ്ച സന്ധ്യ ആയാൽ ശനിയാഴ്ച തുടങ്ങി, ശബത്ത് തുടങ്ങി, പിന്നെ സ്വിച്ച് ഇട്ടാൽ അതൊരു ജോലി ചെയ്യില്ല. യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു, ശബത്ത് നാളിൽ ശനിയാഴ്ച കോഴി മുട്ടയിട്ടാൽ ആ മുട്ട തിന്നാവോ, കാരണം കോഴി പണിയെടുത്തു. അവരുടെ മനുഷ്യൻ്റെ പ്രമാണം അവർ കൊണ്ടുവന്നതാണ്. അങ്ങനെ ഒരു ചർച്ച അത് നിയമമല്ലായിരുന്നു, മിഷ്നായ്ക്കില്ല. പക്ഷേ യഹൂദന്മാരുടെ ഇടയിൽ നടന്നുകൊണ്ടിരുന്ന ഒരു തർക്കമാണ്. ചിലർ പറഞ്ഞു, തീവ്ര വിശ്വാസികൾ എന്ത് ചെയ്തു? ആ മുട്ട പോലും തിന്നില്ല. കാരണം എന്താണ്? അത് ശബത്ത് നാളിൽ കോഴി പണിയെടുത്ത മുട്ടയാണ്. ഇങ്ങനെ അപ്പൊ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്ക എന്നുള്ളതിന് അവർ കൊടുത്ത 39 ക്ലാസിഫിക്കേഷൻസ് ആണ് എന്ത് ചെയ്തത്? അതിലൊന്നാണ് ഈ ശിഷ്യന്മാര് തെറ്റിച്ചത്. അപ്പൊ ഈ ശബത്ത് നാളിനെ ശുദ്ധീകരിപ്പാൻ ഓർക്കാന്നുള്ള നിയമം ശിഷ്യന്മാർ തെറ്റിച്ചോ? അതൊരു ചോദ്യമാണല്ലോ. നമ്മുടെ മനസ്സിലൊക്കെ വരും, അവർ പറഞ്ഞത് ഒരു പരിധിവരെ സത്യമല്ലേ? ശിഷ്യന്മാർ ശബത്തിനെ ലംഘിച്ചില്ലേ? യേശു അതിന് കൊടുക്കുന്ന മറുപടിയിലൂടെ നമുക്കത് മനസ്സിലാക്കാം. യേശു കൊടുക്കുന്ന മറുപടികളും ശ്രദ്ധിച്ചാട്ടെ. 12-ാം അധ്യായത്തിൻ്റെ 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ 2 ഉദാഹരണങ്ങൾ, 2 സാഹചര്യങ്ങളെ കർത്താവ് അതിൻ്റെ മറുപടിയായിട്ട് കൊണ്ടുവരികയാണ്. എന്താണ് മറുപടി? അവൻ അവരോട് പറഞ്ഞത്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ ചെയ്തത് എന്ത്? അവൻ ദൈവാലയത്തിൽ ചെന്നു പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അല്ല, ശബത്തിൽ പുരോഹിതന്മാർ ദൈവാലയത്തിൽ വെച്ച് ശബത്തിനെ ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ? 2 ഉദാഹരണങ്ങൾ. ഒന്ന് ദാവീദിനെ കുറിച്ചുള്ളൊരു ഉദാഹരണമാണ്. 1 ശമൂവേൽ 21-ന്റെ 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്ന ഒരു വേദഭാഗമാണ് ഇവിടെ യേശു കോട്ട് ചെയ്യുന്നത്. ദാവീദ് ശൗലിനെ ഭയന്ന് മരുഭൂമിയിലൂടെ ഓടി നടക്കുകയാണ്. അങ്ങനെ ഓടി നടക്കുന്ന സമയത്ത് ശൗൽ എന്ത് ചെയ്യുന്നറിയാവോ? പുരോഹിതൻ്റെ അടുക്കൽ ചെന്നു. പുരോഹിതൻ്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല. ശൗൽ എന്നെ ഒരു പ്രത്യേക പണിക്ക് വേണ്ടി പറഞ്ഞയച്ചതാണ്, എല്ലാവരും തളർന്നിരിക്കുകയാണ്, കഴിക്കാൻ എന്തെങ്കിലും തരണം. പുരോഹിതൻ നോക്കുമ്പോൾ അവിടെ എന്തേ ഉള്ളെന്നറിയാവോ? കാഴ്ചയപ്പം മാത്രമേ ഉള്ളൂ. ഈ കാഴ്ചയപ്പം മാത്രമേ ഉള്ളൂ. അപ്പോൾ കാഴ്ചയപ്പം എന്ത് ചെയ്തു? വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ശുദ്ധരായിട്ടിരിക്കുന്നെങ്കിൽ കഴിക്കാം. പക്ഷെ അവിടെ യേശു പറഞ്ഞൊരു കാര്യം ശ്രദ്ധിച്ചേ, പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്ക് തിന്മാൻ വിഹിതമല്ലാത്ത കാഴ്ചയപ്പം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രമാണമുണ്ട്. ഈ കാഴ്ചയപ്പം ആര് മാത്രമേ കഴിക്കാവൂ? പുരോഹിതന്മാർ മാത്രമേ കഴിക്കാവൂ. പക്ഷേ ദാവീദും അവൻ്റെ കൂടെയുള്ളവരും ആ നിയമം ലംഘിച്ചു. അപ്പം നിയമത്തിനൊന്നും ഒരു വിലയില്ല എന്നാണോ? അടുത്ത ഉദാഹരണം കൂടെ പറയാം, അത് കഴിഞ്ഞിട്ട് ഞാൻ വിശദീകരിക്കാം. 2-ാമത്തെ ഉദാഹരണം 5-ാമത്തെ വാക്യത്തിൽ പഴയ നിയമത്തിലെ പുരോഹിതന്മാരുടെ പ്രമാണമാണ്. എന്താ പ്രമാണം? എല്ലാ നിത്യ നിയമമായിട്ട് ചില കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. എന്താണ്? എല്ലാ ദിവസവും എല്ലാ ശബത്തിലും പുരോഹിതന്മാർ ജോലി ചെയ്യുകയാണ്. പുരോഹിതന്മാർ ജോലി ചെയ്യുകയാണോ ശബത്തിൽ? അതെ. അപ്പോൾ പുരോഹിതന്മാർ അവരുടെ ജോലി ചെയ്യുമ്പോൾ അവർ ശബത്തിനെ ലംഘിക്കുന്നുണ്ടോ? യേശു ചോദിക്കുകയാണ്. ഉണ്ടെന്ന് പറയാൻ പറ്റില്ല ഇവർക്ക് ആർക്കും. പറഞ്ഞാൽ കുടുങ്ങി. മനസ്സിലായോ? ഉണ്ടെന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ കർത്താവ് ഇവിടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് എന്താ? 2 സംഭവങ്ങളെ എടുത്തു കാണിച്ചിട്ട് കർത്താവ് പറയാണ്, ഈ 2 സംഭവങ്ങളും, ഒന്ന് ദാവീദ് കാഴ്ചയപ്പം കഴിച്ചപ്പോൾ പുരോഹിതന്മാർ മാത്രം കഴിക്കുന്ന അപ്പം പുരോഹിതനല്ലാത്ത ദാവീദ് കഴിച്ചു, ഒരു ലംഘനം. 2
പുരോഹിതന്മാർ ശബത്ത് നാളിൽ ആലയത്തിൽ അവരുടെ വേല ചെയ്യുന്നു, അവരും ശബത്തിൽ വേല ചെയ്യുകയല്ലേ? അതൊരു ലംഘനമല്ലേ? ഈ രണ്ട് ചോദ്യങ്ങൾ ഉന്നയിച്ചതിലൂടെ അവരുടെ ചോദ്യത്തിൻ്റെ ഉത്തരം കൊടുത്തു കഴിഞ്ഞു. എന്നാൽ 6 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കർത്താവ് അതിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. നോക്കിയാട്ടെ 6ഉം 7ഉം വാക്യങ്ങൾ. 6, 7 വാക്യങ്ങളിൽ എന്നാൽ ദൈവാലയത്തെക്കാൾ വലിയവൻ ഇവിടെയുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. ഒന്നാമത് കർത്താവ് ഇവിടെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ ആദ്യം മൂല്യം കൊടുക്കേണ്ടത് എന്തിനാണെന്നറിയാമോ? യാഗത്തിലല്ല, കരുണയിൽ. ഒന്നാം സ്ഥാനം കൊടുക്കേണ്ടത്, അയ്യോ അക്ഷരം പ്രതി ന്യായപ്രമാണത്തിൽ വള്ളി പുള്ളി എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങ് വ്യാഖ്യാനിക്കും അല്ലേ? നിങ്ങൾ ശബത്ത് ആചരിക്കണമെന്ന് നിയമം ഉണ്ടാക്കി, ആ നിയമത്തിന് നിങ്ങൾ ഒത്തിരി വ്യാഖ്യാനവും കൊടുത്തു. ഇവർ ആക്ച്വലി കർത്താവ് പറയാൻ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ പ്രാധാന്യം കൊടുക്കേണ്ടത് യാഗത്തിനല്ല കരുണയ്ക്കാണ്. യാഗത്തിലല്ല, കരുണ. ഇത് മനസ്സിലാകാൻ കർത്താവ് പറഞ്ഞ മറ്റൊരു ഉപമയുണ്ട്, നല്ല ശമരിയാക്കാരൻ്റെ ഉപമ. നല്ല ശമരിയാക്കാരൻ്റെ ഉപമ യഥാർത്ഥത്തിൽ എന്താ പഠിപ്പിക്കുന്നത്? ആരാണ് നിന്റെ നല്ല അയൽക്കാരനെന്ന് ചോദിക്കുമ്പോൾ കർത്താവ് അതിനൊരു മറുപടി കൊടുക്കുക. ആദ്യം വന്നത് ഒരു ലേവ്യൻ, ഒരു പുരോഹിതൻ. പുരോഹിതൻ എന്ത് ചെയ്തു? ഇതൊക്കെ കണ്ടു, മുറിവേറ്റ് കിടക്കുന്ന മനുഷ്യനെ കണ്ടു. പക്ഷെ അയാൾ യാഗം കഴിക്കാൻ പോകുന്ന പോക്കാണ്. അയ്യോ, കരുണ കാണിക്കാൻ നേരമില്ല, യാഗം കഴിക്കാനുള്ള പോക്കാണ്. പുറകെ ഒരു ലേവ്യൻ വന്നു. അവൻ എന്ത് ചെയ്യാണ്? ഈ പുരോഹിതനെ സഹായിക്കാൻ വേണ്ടി പുറകെ പോവുകയാണ്. അവനും യാഗത്തിനാണ് പ്രാധാന്യം, കരുണയ്ക്കല്ല. പക്ഷെ മൂന്നാമതൊരാൾ വന്നു, അയാൾക്ക് യാഗം കഴിക്കാൻ പോകേണ്ട കാര്യമില്ല, പക്ഷെ അയാൾ കരുണ കാണിച്ചു. എന്നിട്ട് കർത്താവ് ചോദിച്ചു, ഇതിലാരാണ് നല്ല അയൽക്കാരൻ? കരുണ കാണിച്ചവൻ. നിയമത്തിനാണോ പ്രാധാന്യം, അതോ കരുണയ്ക്കാണോ പ്രാധാന്യം? ഇവിടെ ശിഷ്യന്മാർ വിശന്നു. ചോദിക്കുന്ന ചോദ്യം ഇതാണ്, വിശപ്പിനാണോ പ്രാധാന്യം, അതോ നിയമത്തിനാണോ പ്രാധാന്യം? ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ ഞങ്ങളുടെ പ്രഭാത പ്രാർത്ഥനയിൽ ഇന്ന് ഇതേ സംഭവം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് വായിച്ചത്. അപ്പോൾ ഞങ്ങൾ കുടുംബ പ്രാർത്ഥനയിൽ വായിച്ചു കഴിഞ്ഞാൽ ബൈബിൾ അടയ്ക്കുന്നതിന് പകരം കുറച്ച് നേരം അതിനെക്കുറിച്ച് എൻ്റെ വക ഒരു ചെറിയ പ്രസംഗം ഉണ്ടാവാറുണ്ട് ഇന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അന്ന് ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമാണ്, കുഞ്ഞുങ്ങളെ മനുഷ്യത്വത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. മനുഷ്യൻ, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരാൾ ക്രിസ്ത്യാനിയാണോ ഹിന്ദുവാണോ ഇസ്ലാമാണോ നോക്കിയിട്ടല്ല നമ്മൾ പെരുമാറേണ്ടത്. അവർക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് ആഹാരമാണ്. ആദ്യം അവരോട് കരുണ കാണിക്കണം. എന്നിട്ടേ നിന്റെ വിശ്വാസം വളരെ പ്രധാനമാണ്, ഉപദേശം വളരെ പ്രധാനമാണ്. പക്ഷേ നമ്മൾ ഒരാൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോഴേ എന്ത് ചെയ്യരുത്? അതിൻ്റെ നമുക്ക് വിശന്നിരിക്കുമ്പോൾ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും തോന്നുന്നത്? ഒരു ടിവിയിലൊരു പരസ്യമുണ്ട്, വിശന്നാൽ നിങ്ങളല്ലാതാവും. അന്നേരം നമ്മളോട് ഒരാൾ വേദാന്തം ഓതിയാൽ നമ്മുടെ പ്രതികരണം എങ്ങനെ ആയിരിക്കും? വല്ലതും കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞത് എല്ലാം ശരിയാണെന്ന് സമ്മതിക്കുകയും ചെയ്യും. നമ്മൾ ഒരിക്കലും അങ്ങനെ ആകരുത്, ഒരിക്കലും അങ്ങനെ ആകരുത്. കർത്താവ് ഇവിടെ പറയാൻ ശ്രമിച്ചത്, നിങ്ങൾ ശബത്ത് ആചരിക്കണമെന്ന് കടുകട്ടി നിയമങ്ങൾ ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ മറന്നുപോയൊരു കാര്യമുണ്ട്. വിശക്കുന്നൊരു മനുഷ്യനെ നിങ്ങൾ മറന്നു. മനുഷ്യൻ്റെ വിശപ്പിനെ നിങ്ങൾ അവഗണിച്ചു. അതിനും ഇവർ ഇഷ്ടം പോലെ കഴിച്ചതാണ് കേട്ടോ. ഇവർ വീട്ടിൽ നിന്നേ കഴിച്ചവരാ. ശബത്തിൽ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നില്ലല്ലോ, വീട്ടിൽ നിന്ന് കഴിച്ചവരാ. പക്ഷേ ഒരു വഴിവക്കിൽ വെച്ച് ഇവർ കഴിച്ചതിനല്ല കുറ്റം, ഭക്ഷണം ഉണ്ടാക്കിയതാണ് കുറ്റം. അവർ മീൽ പ്രിപ്പയർ ചെയ്തു എന്നാണ് അവരുടെ നേരെയുള്ള കുറ്റം. യഹൂദന്മാർ തലേ ദിവസം ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും, എന്നിട്ട് ശനിയാഴ്ച രാവിലെ കഴിക്കും. അത് കുഴപ്പമില്ല.
പക്ഷെ ശനിയാഴ്ച രാവിലെ ഉണ്ടാക്കി കഴിക്കാൻ പാടില്ല. അതാണ് അവരുടെ പ്രമാണം. പ്രിയപ്പെട്ടവരെ, കർത്താവ് പഠിപ്പിച്ചത് യാഗത്തിലല്ല, കരുണയിൽ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അല്ലേ വളരെ നമ്മൾ ഞായറാഴ്ച രാവിലെ ആരാധനയ്ക്ക് ഭക്തിയോടെ കടന്നു പോവുകയാണ്. പോകുന്ന വഴിയിൽ ഒരാൾ വഴിയിൽ വീട് കിടക്കുന്ന കണ്ടാൽ, അയ്യോ ഞാനാണ് ആദ്യം ചെന്ന് പാട്ട് തുടങ്ങേണ്ട ആളല്ലേ സഹോദര, ഞാൻ പ്രസംഗിക്കാറുള്ളതാ, ഞാൻ എങ്ങനെ വൈകിപ്പോകുന്നേ? നമ്മുടെ ഉള്ളിൽ യാഗത്തിനങ്ങ് പ്രാധാന്യം കൊടുക്കും, കരുണ നമ്മളങ്ങ് മാറ്റിവെക്കും. പ്രിയപ്പെട്ടവരെ, ഈ പ്രാധാന്യത്തെ കർത്താവ് ഏതിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അതിൻ്റെ അർത്ഥം ആരാധനയ്ക്ക് പ്രാധാന്യമില്ലെന്നല്ല, അതിൻ്റെ അർത്ഥം സ്തോത്രം ചെയ്യുന്നതിന് പ്രാധാന്യമില്ലെന്നല്ല, സഭായോഗങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നല്ല. അതിൻ്റെ അർത്ഥം നമ്മൾ പ്രയോറിറ്റി സെറ്റ് ചെയ്യണം, മുൻഗണനാക്രമം. ദൈവത്തെ സ്തോത്രം ചെയ്യാം. 8-ാമത്തെ വാക്യത്തിൽ കർത്താവ് പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. മനുഷ്യപുത്രനോ ശബത്തിന് കർത്താവാകുന്നു. നിങ്ങളിത് ആരോടാ പറയുന്നതെന്നറിയാമോ? ശബത്ത് നിയമിച്ചാക്കിയവനോടാണ് നിങ്ങൾ ശബത്തിനെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ശബത്ത് നിയമിച്ചാക്കിയവനോട് ശബത്തിനെ കുറിച്ചുള്ള ക്ലാസ് നടക്കുകയാണ്. കർത്താവ് പഠിപ്പിക്കുകയാണ്, ഞാൻ ആരാണ്? ഞാൻ ശബത്തിനും കർത്താവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നലെ ഞാൻ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ, അവൻ 9-ാം ക്ലാസ്സിൽ പഠിക്കുക. അപ്പം അവൻ എന്നോട് ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്, കമ്പ്യൂട്ടറിൻ്റെ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മ അവനോട് പറയും, എടാ നീ ഇത് ആരോടാ പറയുന്നത്? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ M.Tech കഴിഞ്ഞ ഒരാളോടാണ് 9-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ കമ്പ്യൂട്ടറിനെ കുറിച്ച് ക്ലാസ് എടുക്കുന്നത്. അവൻ അത്രയേ ചെയ്തുള്ളൂ. പക്ഷേ യഹൂദന്മാർ ശബത്തിനും കർത്താവായവരോട് ശബത്തിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മൾ പലപ്പോഴും എന്തു ചെയ്യുകയാണ്? ഈ അനുഭവത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ കർത്താവിൻ്റെ മുമ്പിൽ ചെന്ന് വെച്ച് നമ്മൾ ചില വാക്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കും, അല്ലേ? കർത്താവേ നീ പറഞ്ഞിട്ടില്ലയോ, നീ അങ്ങനെ പറഞ്ഞില്ലേ കർത്താവേ? അപ്പോൾ കർത്താവ്, ഞാൻ അങ്ങനെ പറഞ്ഞോ? കർത്താവ് ഓർക്കുവാണോ? ശബത്തിനും കർത്താവായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പക്ഷേ യഹൂദന്മാർ അവൻ്റെ മുമ്പിൽ ചെന്നേച്ച് ശബത്തിനെ കുറിച്ച് ക്ലാസ് എടുത്തു. ഇത് അവനെ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, ശബത്ത് എങ്ങനെയാണ് ആചരിക്കേണ്ടത്? കർത്താവ് ഉദ്ദേശിച്ച ശബത്ത് എന്തായിരുന്നു? അതൊന്ന് മനസ്സിലാക്കിയിട്ട് വേണമല്ലോ ഈ പാസേജ് ഇവിടെ വേണ്ടേ? നമ്മൾ യഹൂദന്മാരെ വിമർശിച്ച് അടിച്ചൊതുക്കി ഒരു മൂലയിലാക്കി. പക്ഷെ നമ്മൾ ഇതിനെങ്ങനെ മനസ്സിലാക്കണം? ഒറ്റ വാചകത്തിൽ ഞാൻ പറയുകയാണ്, ശബത്ത് എന്ന് പറയുന്നത് വിശ്രമം എന്ന അർത്ഥത്തിലല്ല, നേരെ മറിച്ച് റെസ്റ്റ് ഫോർ വർഷിപ്പ്, ആരാധിക്കാനുള്ള വിശ്രമം. അതാണ് സ്വസ്ഥത എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെടാനാ. തെളിവെന്നാന്നറിയാമോ? കർത്താവ് 10 കൽപ്പന കൊടുത്തു. 10 കൽപ്പനയിൽ ശബത്ത് ആചരിക്കണമെന്ന് പറഞ്ഞു, അല്ലേ? പറഞ്ഞായിരുന്നോ? ഉണ്ട്. ഒന്ന് എടുത്ത് പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ ഈ 10 കൽപ്പനകൾ പറയുന്നുണ്ട്. അവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾ ശബത്ത് ആചരിക്കണമെന്ന് പറയാൻ കാരണം? പുറപ്പാട് പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങളാണ് വായിക്കണത് കേട്ടോ. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക, 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. ഒന്നും ചെയ്യരുത്. ഇനി 11-ാമത്തെ വാക്യം നോക്കിയേ. 6 ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ളതൊക്കെ ഉണ്ടാക്കി. 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് യഹോവ ശബ്ബത്ത് നാളിനെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചിരിക്കുന്നു. മതി. 6 ദിവസം കൊണ്ട് അവൻ സൃഷ്ടിച്ചു, 7-ാം ദിവസം അവൻ സ്വസ്ഥമായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? 7-ാം ദിവസം സ്വസ്ഥമായിരിക്കണം. ഇനി ആവർത്തന പുസ്തകം ഒന്ന് എടുത്ത്, അവിടെയും 10 കൽപ്പനകൾ കൊടുക്കുന്നുണ്ട്. ഇതേ 10 കൽപ്പനകളെ
മോശ ഒരിക്കൽ കൂടെ ആവർത്തിച്ച് എഴുതുകയാണ്. എഴുതിയപ്പോൾ 12 മുതലുള്ള വാക്യങ്ങളിൽ ഇതേ ശബത്തിനെ കുറിച്ച് എന്തുകൊണ്ട് ആചരിക്കണമെന്ന് പറയുന്നുണ്ട്. അവിടെ വന്നപ്പോൾ അതിനൊരു വ്യത്യാസം വന്നു. എന്താ വ്യത്യാസം നോക്കിയേ, 12 മുതലുള്ള വാക്യങ്ങൾ. ആവർത്തനം 5:12 മുതൽ. നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ചതുപോലെ ശബത്ത് നാൾ ശുദ്ധീകരിച്ച് ആചരിക്കാം. 6 ദിവസം അധ്വാനിച്ച് നിന്റെ വേലയൊക്കെയും ചെയ്യുക. 7-ാം ദിവസമോ നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കാളയും കഴുതയും നിനക്കുള്ള യാതൊരു നാൽക്കാലിയും നിന്റെ പടിവാതിലുകൾക്കകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത്. നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്നെ പോലെ സ്വസ്ഥമായിരിക്കേണ്ടതിന് തന്നെ. ഇനി 15-ാം വാക്യം ശ്രദ്ധിക്കണേ. നീ മിസ്രയീം ദേശത്ത് അടിമയായിരുന്നു എന്നും അവിടെ നിന്ന് നിന്റെ ദൈവമായ യഹോവ നിന്നെ ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും പുറപ്പെടുവിച്ചു എന്നും ഓർക്ക. അതുകൊണ്ട് ശബത്ത് നാൾ ആചരിപ്പാൻ നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു. ശബത്ത് ആചരിക്കാൻ ഇവിടെ കൊടുത്ത കാരണം എന്നാ? മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു. പുറപ്പാട് പുസ്തകത്തിലോ 6 ദിവസം കൊണ്ട് സർവ്വഭൂമിയെയും സൃഷ്ടിച്ചു, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. ഈ 2 കാര്യം പറയാനുള്ള ഉദ്ദേശം എന്നാ? നീ ഓരോ ശബത്തിലും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നിന്റെ സൃഷ്ടാവായ ദൈവത്തെ ആരാധിക്കണം. നിന്നെ വീണ്ടെടുത്ത മിസ്രയീമിന്റെ അടിമത്വത്തിൽ നിന്ന് വീണ്ടെടുത്ത ദൈവത്തെ ആരാധിക്കാനാണ് ഈ ദിവസം. കയ്യും കെട്ടി കാലും മോളി കയറ്റി വെച്ച് സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ളതല്ല ശബത്ത് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അന്ന് നിന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്തത് ഓർക്കുവാനുള്ള സമയമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ വലിയ സത്യം മനസ്സിലാക്കണം. ദൈവത്തെ ആരാധിക്കാൻ, ദൈവത്തെ സേവിക്കാനാണ്. അല്ലെങ്കിൽ നിങ്ങൾ ദൈവത്തിന് ആരാധനയായി എന്ത് ചെയ്താലും അത് ശബത്താണ്. ഇന്ന് നമ്മൾ ശബത്ത് ആചരിക്കുന്നുണ്ടോ? ഇല്ല. ഇന്ന് നമുക്ക് ശബത്ത് ആചരിക്കാൻ പ്രമാണമൊന്നുമില്ല. ശബത്ത് എന്ന് പറഞ്ഞത് കൊലോസ്യ ലേഖനം 2-ാം അധ്യായം 18-ാം വാക്യം പറയുന്ന പോലെ വരുവാനിരുന്ന നന്മകളുടെ നിഴലാണ്. ഓക്കെ, ഞാൻ അതിനകത്തേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ശബത്ത് ആചരിക്കാൻ കടപ്പെട്ടവരല്ല. ഇന്ന് നമ്മൾ പുതിയ നിയമത്തിൻ്റെ വിശ്വാസികളാണ്. പഴയ നിയമത്തിലാണെങ്കിൽ ശബത്ത് ആചരിക്കണം. ഇന്ന് നമ്മൾ ഒരു പുതിയ നിയമത്തിൻ്റെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ യേശു കൊടുത്ത മറുപടി എന്താണ്? ഈ മറുപടിയിൽ യേശു 3 അപ്പീലാണ് കൊണ്ടുവന്നത്. ഞാൻ പെട്ടെന്ന് ആ 3 കാര്യം ഒന്ന് പറഞ്ഞു വെച്ചാൽ അടുത്ത ഭാഗത്തേക്ക് പോകാം. സമയം അതിവേഗം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. യേശു 3 തരത്തിലുള്ള മറുപടി. 1, ഹി അപ്പീൽ ടു എ കിങ്. ദാവീദ് എന്ന രാജാവിനെ കുറിച്ചാണ് ഒന്നാമത് പറഞ്ഞത്. 2, ഹി അപ്പീൽ ടു ദ പ്രീസ്റ്റ്. പുരോഹിതന്മാരെ കുറിച്ചാണ് അവനൊരു ഉദാഹരണം കൊണ്ടുവന്നത്. 3, അവൻ പറഞ്ഞു യാഗത്തിലല്ല കരുണയിലത്രേ. അത് ഹോശേയ പ്രവചനം 6-ാം അധ്യായം 6-ാമത്തെ വാക്യമാണ്. ഹോശേയ 6:6 പറഞ്ഞ വാക്യം എടുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പ്രവാചകനെ കോട്ട് ചെയ്തു, ഒരു രാജാവിനെ കോട്ട് ചെയ്തു, ഒരു പുരോഹിതന്മാരെ കോട്ട് ചെയ്തു, 3 ഒരു പ്രവാചകനെ കോട്ട് ചെയ്തു. ആരാണ് കോട്ട് ചെയ്തതെന്ന് അറിയാമോ? ഒരേ സമയം രാജാവും പുരോഹിതനും പ്രവാചകനുമായ യേശു ക്രിസ്തു കോട്ട് ചെയ്തത് ഒരു പുരോഹിതനെ, ഒരു രാജാവിനെ, ഒരു പ്രവാചകനെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് അവൻ പറഞ്ഞത് ഞാൻ ശബത്തിനും കർത്താവാകുന്നു. ഉന്നതനായ അവനൊപ്പം പറയാനൊരാളുമില്ല, അവനെപ്പോൾ ആരാധ്യരാരുമില്ല, അവനിൽ ശരണപ്പെട്ടവരാരുമേ ഒരു നാളും അലയാതെ മോദമായി. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മൾ ആരാ നമ്മുടെ കർത്താവ് എന്ന് ചോദിച്ചാൽ യഹൂദന്മാർ വിചാരിച്ച പോലല്ല, ശബത്തിനും കർത്താവായവനാണ് നമ്മുടെ കർത്താവ്. ദൈവത്തിന് സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രൈസ് ദി ലോർഡൊക്കെ പറയാം കേട്ടോ. ജീവനും സ്വത്തിനും ഒന്നും ഒരു നഷ്ടവും വരില്ല. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ഇഷ്യൂ അവിടെ കർത്താവ് അഡ്രസ്സ് ചെയ്യണം. ഇനി രണ്ടാമതായി കർത്താവ് ഇതേ കാര്യത്തെ മറ്റൊരു ഉദാഹരണം കൊണ്ട് നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുക. എന്താ രണ്ടാമത്തെ ഇല്ലസ്ട്രേഷൻ നോക്കിയേ. അവിടെയും ഒരു ശബത്താണ്. കർത്താവ് ഇത് പറയുക മാത്രമല്ല, അതിന് വേറൊരു തെളിവും കൂടെ കൊണ്ടുവന്ന് നിരത്തുക. എന്താ തെളിവ്? 9 മുതലുള്ള വാക്യം. ഞാൻ പറഞ്ഞല്ലോ, ഇത് മത്തായി ഒരു പ്രത്യേക ഓർഡറിൽ കൊണ്ടുവന്ന് എഴുതുക.
ഇതിനെ മനസ്സിലാകത്തക്ക രീതിയിൽ ഒരു വിഷയം വിശദീകരിക്കുന്ന രീതിയിൽ മത്തായി ഇതിനെങ്ങനെ അവതരിപ്പിക്കുകയാണ്. 9ഉം 10ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ അവൻ അവിടം വിട്ട് അവരുടെ പള്ളികളിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. ശബത്തിനെ കുറിച്ചൊരു ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ, ഒരു ചോദ്യവും ഉത്തരവും കഴിഞ്ഞതേ ഉള്ളൂ. ഉടനെ മത്തായി പറയുകയാണ്, കർത്താവ് ചെയ്ത വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. എന്താണ്? അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈ വരണ്ട ഒരു മനുഷ്യൻ, കൈ പാരലൈസ്ഡ് ആയ മനുഷ്യൻ എന്നാട്ടോ അതിൻ്റെ അർത്ഥം. ഈ വരണ്ട കൈ എന്നാന്നൊക്കെ ഞാൻ മലയാളം ബൈബിൾ മാത്രം വായിച്ച കാലത്ത് ചെയ്തിട്ട് ഈ കൈ വരണ്ടെന്ന് പറഞ്ഞാൽ എന്തുവാ, പിന്നെ ഇംഗ്ലീഷിൽ വായിച്ചപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലായി. പക്ഷാഘാതം വന്ന് കൈ എന്ത് ചെയ്യുക, ചലനമില്ലാതെ ഇങ്ങനെ തൂങ്ങി കിടക്കുക, അത്രേ ഉള്ളൂ. കൈ വരണ്ട ഒരു മനുഷ്യനെ കണ്ടു. അപ്പോൾ ഉടനെ അടുത്ത വാക്യത്തിൽ പറയണം, അവർ അവനിൽ 10ാം വാക്യത്തിൽ അവർ അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു. ഒരു ചോദ്യമാണ്, ശബത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമാണോ? ഇതെന്തിനാ ചോദിച്ചത്? അവിടെ തന്നെ പറയുകയാണ്, അവനിൽ കുറ്റം ചുമത്താൻ. ഈ നമ്മളൊക്കെ സൂത്രക്കാരാന്നുള്ളത് എങ്ങനെ മനസ്സിലാകുന്നതെന്നറിയാമോ? മറ്റുള്ളവരെ അളക്കാൻ വേണ്ടി നമ്മൾ ചിലതങ്ങ് ചോദിക്കും അല്ലേ? ചിലരെ ഒന്ന് അളക്കാൻ വേണ്ടി. സഹോദര, ഈ കൈക്കൂലി കൊടുക്കുന്ന കുഴപ്പമുണ്ടോ? അപ്പം ഈ ഞാൻ പറയുകയെന്ന് കരുതുക, അല്ല ഇപ്പം ചില സമയത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്തു? അപ്പം ഈ പുള്ളി ഇതിനൊക്കെ അനുകൂലമാണ്. ഇപ്പം ഇയാളുടെ ആത്മീയതയൊക്കെ ഇത്രയേ ഉള്ളൂ. ഇതാണ് അളക്കാൻ വേണ്ടി. ഇത് നമുക്ക് ചോദിക്കേണ്ട ഒരു കാര്യമില്ല. ഈ വിഷയം അഡ്രസ്സ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അളക്കാൻ വേണ്ടി ചോദിക്കുക. നമ്മളെയൊക്കെ അളന്നാൽ നമ്മളൊക്കെ തോക്കും അല്ലേ? പക്ഷെ ഇത് ആരെ അളക്കാൻ നോക്കിയത് അറിയാവോ? നമ്മുടെ കർത്താവിനെ അളക്കാൻ നോക്കിയത്. കർത്താവിനെ അളക്കാൻ നോക്കിയപ്പോൾ കർത്താവ് പറയുകയാണ്, കർത്താവ് എന്താ മറുപടി പറഞ്ഞത്? അതാണ് 11 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. അവൻ അവരോട്, നിങ്ങളിൽ ഒരുത്തന് ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ, അത് ശബത്തിൽ കുഴിയിൽ വീണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ! ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നു വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ഇതുവരെ നമ്മൾ പറഞ്ഞ സാധനത്തിൻ്റെ ഒരു ഉദാഹരണം കർത്താവ് ഇവിടെ മത്തായി അത് എടുത്തു വയ്ക്കുകയാണ്. കർത്താവ് പറഞ്ഞതും കർത്താവ് ചെയ്തതുമായിട്ട് ഒരെണ്ണം എടുത്തു വയ്ക്കുകയാണ്. ശബത്തിൽ ഏതാ നല്ലത്? നല്ല ശമരിയക്കാരൻ്റെ ഉപമ ഞാൻ പറഞ്ഞതുപോലെ ഇവിടെ മത്തായി അവതരിപ്പിക്കുകയാണ്. കർത്താവ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ഒരു ആട് കിണറ്റി വീണാൽ, ഓയ്യോ ഇന്ന് ശബത്തല്ലേ? ഇത് പറയുമ്പോൾ യഹൂദന്മാരൊരു പ്രമാണം അങ്ങ് പറയാം. ഇപ്പോൾ ഒരാളെ വളരെ സീരിയസ് ആയിട്ട് ഒരപകടം പറ്റി, മരത്തേന്ന് വീണെന്ന് കരുതുക. വേഗം എടുത്തുകൊണ്ട് വൈദ്യൻ്റെ അടുത്ത് ചെല്ലുകയാണെങ്കിൽ വൈദ്യന് ശബത്തിൽ ജോലി ചെയ്യാവോ? ജോലി ചെയ്യാൻ പാടില്ല യഹൂദൻ്റെ പ്രമാണം അനുസരിച്ച്. അവരുടെ പ്രമാണം പറയുന്നത് ഇങ്ങനെയാണ്, ഫസ്റ്റ് എയ്ഡ് മാത്രമേ കൊടുക്കാവുള്ളൂ. മരിക്കരുത്, നാളെ ചികിത്സിക്കാവുന്ന രീതിയിൽ എന്ത് ചെയ്യണം? ശബത്തിൽ മിനിമം മരുന്നൊക്കെ കൊടുത്ത് കഷ്ടി രക്ഷിച്ചെടുക്കുക. ശരിക്കുള്ള ചികിത്സ എന്നേ ചെയ്യാവുള്ളൂ, പിറ്റേ ദിവസം ചെയ്യാവുള്ളൂ. മിഷ്നായി പറയുന്ന കേട്ടോ, അവരുടെ വ്യാഖ്യാന ഗ്രന്ഥത്തിൽ പറയുന്നതാണ് ശബത്ത് എങ്ങനെ ആചരിക്കണം എന്നുള്ളത്. ഇന്നെങ്ങാനും ആരുതെങ്കിൽ അല്ലേ? അല്ല, അത് കറക്റ്റാ, ആ ചോദ്യം കറക്റ്റാ. നല്ല പരീക്ഷന്മാർ ചോദിക്കുന്ന അതേ ചോദ്യമാണ്. ശബത്തിൽ ആരാ പറഞ്ഞ മരത്തെ കയറാൻ? ഈ വെള്ളിയാഴ്ച 6 മണിക്കാണല്ലോ ശബത്ത് തുടങ്ങുന്നത്. വെള്ളിയാഴ്ച 5 മണിക്കാണ് മരത്തെ കയറിയെങ്കിലോ? വൈദ്യരുടെ അടുത്ത് ചെല്ലണത് 6 മണി കഴിഞ്ഞായിരിക്കും. ഉത്തരം കിട്ടിയല്ലോ. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ. കർത്താവ് ഇതുകൊണ്ട് എന്താ ഉദ്ദേശിച്ചത്? നമുക്ക് ഇങ്ങനെ മുട്ടുന്യായമൊക്കെ പറയാൻ നമുക്കുണ്ട്. ഇതേ മുട്ടുന്യായമാണ് അവരും പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ കർത്താവ് അതിനെ പൊളിച്ചെഴുതുകയാണ്. കർത്താവ് ശബത്തിനും കർത്താവാണെന്ന് പറയാൻ കാരണം എന്താ? ശബത്തിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അല്ല, നന്മ ചെയ്യാൻ പാടില്ലേ? നിങ്ങളുടെ ആട് കിണറ്റിൽ വീണാൽ അതിനെ കിണറ്റിൽ കിടക്കട്ടെ എന്ന് വിചാരിക്കുമോ? കർത്താവ് ഒരു ചോദ്യമായിട്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾ അതിനെ പിടിച്ചു കയറ്റില്ലേ? മനുഷ്യൻ വീണാൽ അവർ ചിലപ്പോൾ പിടിച്ചു കയറ്റില്ല, പക്ഷെ ആട് വീണാൽ പിടിച്ചു കയറ്റും. കാരണം അവരുടെ സമ്പത്താണ്, അവരുടെ സമ്പാദ്യമാണ്, അവർ പിടിച്ചില്ല. അതുകൊണ്ടാണ് കർത്താവ് ആ ഉദാഹരണം കൊണ്ടുവന്നത്.
മനുഷ്യൻ വീണാൽ എന്ന് ചോദിക്കാത്ത എന്താ? പക്ഷെ സ്വന്തം മകൻ വീണ ആരായാലും പിടിച്ചു കയറ്റും അല്ലേ? ഇവിടെ ഒരാടിനെ പിടിച്ചു കയറ്റുകയില്ലയോ? എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്ര വിശേഷതയുള്ളവൻ, ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു. ഇവിടെ കർത്താവ് 3 ചോദ്യങ്ങളാണ് അവരോട് ചോദിച്ചത്. നിങ്ങൾക്ക് എന്തു തോന്നുന്നു? വാട്ട് വുഡ് യു ഡു? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങളിൽ ഒരുത്തന് ഒരാടുണ്ടെന്നിരിക്കട്ടെ, നിങ്ങൾ എന്ത് ചെയ്യും? അതാണ് ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഡു യു വാല്യൂ മോർ? ആടിനാണോ മനുഷ്യർക്കാണോ? ആട് വീണാൽ നിങ്ങൾ കയറ്റുകയില്ലയോ? അങ്ങനെയാണെങ്കിൽ മനുഷ്യന് നന്മ ചെയ്യണ്ടേ? അതാണ് രണ്ടാമത്തെ ചോദ്യം. 3, വാട്ട് ഈസ് യുവർ കൺക്ലൂഷൻ? കൺക്ലൂഷൻ എന്താണ്? നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യത്തെ വിലയിരുത്താൻ ചോദിക്കേണ്ട 3 ചോദ്യങ്ങളാണ്. ഒരു കാര്യത്തെ മനസ്സിലാക്കാൻ നമ്മൾ ചോദിക്കേണ്ട ചോദ്യമാണ്. അയാളുടെ സ്ഥാനത്ത് നമ്മളാണെങ്കിൽ, നിങ്ങൾക്കൊരാടുണ്ടെങ്കിൽ, അങ്ങനെ ചിന്തിച്ചാൽ കഥ അങ്ങ് മാറിയല്ലേ? നമുക്ക് ആടില്ല, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇതൊക്കെ വിധിക്കുന്നത്. നമുക്കൊരാടുണ്ട് എന്നിരിക്കട്ടെ, അപ്പം കഥ മാറി ഇല്ല. ഒരു കഥ പറയുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് 2 കാറുണ്ടെങ്കിൽ 1 കാർ കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കും. നിങ്ങൾക്ക് 2 വീടുണ്ടെങ്കിൽ 1 വീട് കൊടുക്കുമോ? തീർച്ചയായിട്ടും കൊടുക്കും. നിങ്ങൾക്ക് 2 പശു ഉണ്ടെങ്കിൽ 1 പശുവിനെ കൊടുക്കുമോ? ഇല്ല. അതെന്താ? എനിക്ക് 2 പശു ഉണ്ട്. ഈ കഥ കേട്ടിട്ടില്ലേ എന്ന് പറയുന്ന പോലെ ആ സ്ഥാനത്തേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? കയറി നിൽക്കുമ്പോഴാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. അതാണ്, ആ ലോജിക്കാണ് കർത്താവ് ഇവിടെ ഉപയോഗിച്ചത്. ഇനി 13ഉം 14ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്ന് പറഞ്ഞു. അവൻ കൈ നീട്ടി. അയ്യോ, അവന് കൈ ഉയർത്താമായിരുന്നോ? പാരലൈസ്ഡ് ആയിട്ടുള്ള കൈയായിരുന്നു. പക്ഷെ കൈ നീട്ടുക എന്ന് പറഞ്ഞ സെക്കൻഡിൽ അവനങ്ങ് കൈ നീട്ടി. അത് മറ്റേതുപോലെ സൗഖ്യമായി. പരീശന്മാരോ പുറപ്പെട്ട് അവനെ നശിപ്പിപ്പാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു. പ്രിയപ്പെട്ടവരെ, ഇവിടെ പരീശന്മാര് ഈ അത്ഭുതം കണ്ടിട്ട് എന്തോ കൺക്ലൂഷനിലേക്കാണ് വന്നത്? ഇവൻ മശിഹ തന്നെ സത്യം എന്നാണോ? അല്ല, ഇവനെ നശിപ്പിച്ചേ പറ്റൂ. ഇവൻ നമ്മളുണ്ടാക്കിയ നിയമത്തെയൊക്കെ കാറ്റിപ്പറത്തുകയാണ്. ഇവനെ വെച്ചോണ്ടിരിക്കരുത്. ഇതാണ് അവരെത്തിച്ചേർന്നതായിരിക്കുന്ന കൺക്ലൂഷൻ. ഇന്ന് നമ്മൾ ഈ ലോകത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ലോകത്ത് നമ്മൾ കാണുന്ന അനേകം പഠിപ്പിക്കലുകൾ, അനേകം വ്യാഖ്യാനങ്ങൾ, മനുഷ്യർ ബൈബിളിനെ വ്യാഖ്യാനിക്കുമ്പോൾ തന്നെ അയ്യോ, എൻ്റെ വ്യാഖ്യാനം തെറ്റിപ്പോകുന്ന രീതിയിലാണല്ലോ, ഇവനെ വെച്ചേക്കാൻ പാടില്ല. ബൈബിൾ എന്ത് പറയുന്നെന്നുള്ളതല്ല പലരുടെയും വിഷയം. നമ്മുടെ വ്യാഖ്യാനത്തെ അവൻ ഖണ്ഡിച്ചു, ഇനി അവനെ വെച്ചേക്കരുത്. നമുക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, ബൈബിൾ എന്ത് പറയുന്നു, ദൈവവചനം എന്ത് നമ്മളെ പഠിപ്പിക്കുന്നു, അത് പൂർണ്ണമായി അംഗീകരിക്കാനുള്ള ഒരു മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. കർത്താവ് അവിടെ നിർത്തിയില്ലെന്ന് മാത്രമല്ല, അടുത്ത വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. 15ഉം 16ഉം വാക്യങ്ങളിൽ യേശു അത് അറിഞ്ഞിട്ട് അവിടം വിട്ടുപോയി. വളരെ പേർ അവൻ്റെ പിന്നാലെ ചെന്നു. അവൻ അവരെ ഒക്കെ സൗഖ്യമാക്കി, തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട്. എന്തുകൊണ്ടായിരിക്കും ഈ പ്രസിദ്ധമാക്കരുതെന്ന് പറയാൻ കാരണം യഹൂദൻ്റെ മുമ്പിൽ ഇനി ഇത് പരസ്യമാക്കിയിട്ട് കാര്യമില്ല. അഥവാ യഹൂദനോടുള്ള അവൻ്റെ പ്രസംഗം നിർത്തി എന്നുള്ളതാണ് ഈ വാക്യം നമ്മളെ. കാരണം ഇനി യഹൂദനെ കൺവിൻസ് ചെയ്യാൻ, ബോധ്യപ്പെടുത്താൻ ശ്രമിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് കർത്താവ്, നമ്മൾ സാധാരണ ഈ സംഭവം മാത്രം എടുത്ത് വായിച്ചിട്ട് പ്രസിദ്ധമാക്കരുതെന്ന് പറയുമ്പോൾ അതെന്തായിരിക്കും അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഈ ഒരു മത്തായിയുടെ സുവിശേഷത്തിൽ മത്തായി ഇങ്ങനെ ക്രമമായിട്ട് അവതരിപ്പിച്ച് വന്നിട്ട് പ്രസിദ്ധമാക്കരുതെന്ന് പറയുമ്പോൾ അവിടെ വ്യക്തമാണ് എന്തുകൊണ്ടാണ് പ്രസിദ്ധമാക്കരുത് എന്ന് പറഞ്ഞത്. അതിനൊരു കാരണമുണ്ട്. പരീശന്മാർ, യഹൂദന്മാർ മെസ്സിഹായെ ഉപേക്ഷിച്ചു, തള്ളിക്കളഞ്ഞു. അതുകൊണ്ട് ഇനി അവരോട് പ്രസംഗിച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ടാണ് കർത്താവ് അവിടെ നിർത്തിയത്. ഇനി ഇവിടെ 17 മുതലുള്ള വാക്യങ്ങളിൽ, ഇപ്പോൾ നമ്മൾ കണ്ടത് 16 വരെയുള്ള വാക്യങ്ങളാണ് അല്ലേ? ഇനി 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിലേക്ക് ചെല്ലുമ്പോൾ യെശയ്യാ പ്രവചനത്തിൽ നിന്ന് കർത്താവ് എടുത്ത് ഒരു കൊട്ടേഷനായിട്ട് പറയുകയാണ്. 5 ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ സെർവൻറ്റ് ഓഫ് ദ ലോർഡ്. കർത്താവിൻ്റെ ദാസൻ്റെ 5 പ്രത്യേകതകൾ യേശു കർത്താവ് ഇവിടെ വിശദീകരിക്കുകയാണ്. യെശയ്യാ പ്രവചനത്തിൽ നിന്നാണ് ഈ വാക്യങ്ങൾ എടുത്തിരിക്കുന്നത്.
അവൻ്റെ മേൽ വയ്ക്കും. അവിടെ നമുക്ക് നിർത്തി പറഞ്ഞു അല്ലേ. ഒന്ന്, കർത്താവ് തൻ്റെ ദാസൻ്റെ ചില 5 പ്രത്യേകതകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞത് എന്താണ്? ഡിവൈൻ അപ്രൂവൽ ഓഫ് ദ സെർവൻറ്റ്. ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ. കർത്താവ് ആരാ തൻ്റെ ദാസൻ? ഒരു കർത്താവിൻ്റെ ദാസനെ എങ്ങനെ അറിയാം? നാട്ടുകാരെല്ലാം എന്നെ കർത്താവിൻ്റെ ദാസാന്നാണ് വിളിക്കുന്നത്, അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ ദാസനാവൂ? സ്വർഗം എന്നെ വിളിക്കണം കർത്താവിൻ്റെ ദാസാന്ന്. നാട്ടുകാർ മുഴുവൻ വിളിച്ചു, പള്ളിയിലുള്ളവരെല്ലാം വിളിച്ചു, അച്ഛൻ വിളിച്ചു, ഉപദേശി വിളിച്ചു, പാസ്റ്റർ വിളിച്ചു, എല്ലാവരും കർത്താവിൻ്റെ ദാസാന്ന് വിളിച്ചു. സ്വർഗം അംഗീകരിച്ചില്ലെങ്കിലേ നമ്മൾ കർത്താവിൻ്റെ ദാസനല്ല, നമ്മൾ കർത്താവിൻ്റെ ദാസിയല്ല. എപ്പോഴാണ് നമ്മൾ കർത്താവിൻ്റെ ദാസനും ദാസിയും ആകുന്നത്? സ്വർഗം നമ്മളെക്കുറിച്ച് കമൻറ്റ് ചെയ്യണം, ഹീസ് എ സെർവൻറ്റ് ഓഫ് ഗോഡ്. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊന്ന് സ്വയം പരിശോധിക്കണം. സ്വർഗം നമ്മളെക്കുറിച്ച് എന്ത് വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്? സ്വർഗം നമ്മളെക്കുറിച്ച് എന്താ പറയാൻ പോകുന്നത്? പരിശോധിക്കണം. ഒന്ന്, ഡിവൈൻ അപ്രൂവൽ ഓഫ് ദ സെർവൻറ്റ്. 2, ഡിവൈൻ എംപവർമെൻറ്റ് ഓഫ് ദ സെർവൻറ്റ്. നോക്കിയാട്ടെ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ ദാസൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവനെ ആരാ ശക്തീകരിച്ചേക്കണേ? സ്വർഗം ശക്തീകരിച്ചിരിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിനാൽ കർത്താവിൻ്റെ ദാസൻ എന്ത് ചെയ്തിരിക്കുകയാണ്? സ്വർഗം എംപവർ ചെയ്തിരിക്കുക. എന്താ നമ്മുടെ ശക്തി? ബൈബിൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടെന്നുള്ളതാണോ? ബൈബിൾ കോളേജിൽ പഠിക്കണം കേട്ടോ. പഠിക്കാൻ അവസരം ഉണ്ടെങ്കിൽ എല്ലാവരും പഠിക്കണം. ഞാൻ അങ്ങനെ പഠിക്കണമെന്ന് പറയുന്ന ഒരാളാണ്. പക്ഷേ ബൈബിൾ കോളേജിൽ പഠിച്ചതല്ല നമ്മുടെ ശക്തിയുടെ ഉറവിടം. സ്വർഗത്തിൽ നിന്ന് ദൈവം നമ്മുടെ മേൽ പകർന്ന തൻ്റെ പരിശുദ്ധാത്മാവിനാൽ നാം ശക്തീകരിക്കപ്പെടണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അവിടെ നമ്മൾ വായിക്കുന്നതാണ്, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നാം ശക്തി പ്രാപിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവിനാലാണ് നാം ശക്തീകരിക്കപ്പെടുന്നത്. നമ്മുടെ മസിൽ പവർ കൊണ്ടല്ല, നമ്മുടെ വിൽ പവർ കൊണ്ടല്ല, നമ്മുടെ സ്വാധീനം കൊണ്ടല്ല, നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ടല്ല, പിന്നെയോ ഉയരത്തിലെ ശക്തി കൊണ്ട് അവൻ നമ്മളെ നിറയ്ക്കുന്നെങ്കിൽ അതാണ് നമ്മുടെ ശുശ്രൂഷയ്ക്കുള്ള ശക്തി. ദൈവത്തിന് സ്തോത്രം. ഉയരത്തിലെ ശക്തി. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് അപ്പോസ്തല പ്രവൃത്തി 1:8, എന്നാൽ പരിശുദ്ധാത്മാവിൻ നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ഒരു ശക്തിയില്ലാത്തവരെ പോലെ വീണു പോകുന്നതാണോ? പലരും അങ്ങനെ വിചാരിക്കുന്നത്. പരിശുദ്ധാത്മാവ് കഴിയുമ്പോൾ ദേ കിടക്കണു, അങ്ങനെ പലരും വിചാരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ നിങ്ങൾ ശക്തി ഇല്ലാത്തവരാവുകയല്ല. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട്, മസിൽ പവർ അല്ല കേട്ടോ, മസിൽ പവർ അല്ല, യെരുശലേമിലും യഹൂദ്യയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. ശക്തി പ്രാപിക്കുന്നത് സ്വർഗത്തിൻ്റെ ശക്തിയാണ്. 1, സ്വർഗം നിങ്ങളെ അപ്രൂവ് ചെയ്യണം. 2, സ്വർഗം നിങ്ങളെ ശക്തീകരിക്കണം, എംപവർ ചെയ്യണം. 3, 19ാമത്തെ വാക്യത്തിൽ എന്താ പറയുന്നത് നോക്കിയാട്ടെ. മതി. അവിടെ ചതഞ്ഞ ഓട എന്ത് ചെയ്യില്ല? ഒടിച്ചു കളകയില്ല. ഓക്കെ, ഒരു കാര്യം കൂടെ 18ാം വാക്യത്തിൽ നിന്ന് പറഞ്ഞേച്ച് 3ാമത്തെ പോയിന്റിലേക്ക് പോവാം. 17ാം വാക്യത്തിൽ നമ്മൾ കണ്ടു, ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയും. എന്തിനു വേണ്ടിയാണ് ഈ ശക്തീകരിച്ചത്? ദൈവത്തിൻ്റെ ന്യായവിധിയെ അറിയിക്കാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഈ പല ആൾക്കാരും ഈ പള്ളിയിലൊക്കെ ചെല്ലുമ്പോഴേ, മിക്കവാറും എല്ലാ സഭയിലും ഉണ്ട്, പരിശുദ്ധാത്മ നിറവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട്. എന്തിനാ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നത്? കഴിഞ്ഞ ആഴ്ച തന്നെ ജീവിച്ച പോലെ ജീവിക്കാനാണെങ്കിൽ ഒരു ശക്തിയുടെ ആവശ്യമില്ല. ഈ ആഴ്ച നിന്നെക്കൊണ്ട് ദൈവത്തിന് ചില പദ്ധതികളുണ്ട്, അതിനു വേണ്ടിയാ പരിശുദ്ധാത്മ ശക്തിയാൽ നിറയപ്പെടേണ്ടത്. ചില ആൾക്കാർ ഈ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ എന്നെ നിറയ്ക്കണമേ. എന്തിനു വേണ്ടിയാ നിന്നെ നിറയ്ക്കേണ്ടത്? കർത്താവിന് വേണ്ടി ഒരു ചെറുവിരൽ അനക്കാൻ തയ്യാറല്ലെങ്കിൽ നിനക്ക് എന്തിനാ പരിശുദ്ധാത്മ ശക്തി? ഒന്നും ചെയ്യില്ല, ചുമ്മാ ഇരിക്കുക. പക്ഷെ ഭയങ്കര പ്രാർത്ഥനയാ ശക്തിക്ക് വേണ്ടി. ടു പ്രൊക്ലെയിം വേൾഡ് വൈഡ്
ജസ്റ്റിസ്. ദൈവത്തിൻ്റെ നീതിയെ ലോകത്തിൻ്റെ അറ്റത്തോളം അറിയിക്കാൻ. നോക്കിയാട്ടെ, 18-ാം വാക്യത്തിൽ പറയുകയാണ്, അവൻ കലഹിക്കയില്ല, നിലവിളിക്കയില്ല, ആരും തെരുക്കളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല. 19-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി കെടുത്തിക്കളയുകയില്ല, അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവിടെ മീക്ക്നെസ് ഓഫ് ദ സെർവൻറ്റ് ഡെസ്പൈറ്റ് മലീഷ്യസ് ഒപ്പോസിഷൻ. ഈ ചതഞ്ഞ ഓട, ചതഞ്ഞ കമ്പ്, നമ്മൾ ഒരു മരത്തിൻ്റെ കൊമ്പ് ഇങ്ങനെ ചതഞ്ഞ് കിടക്കുക എന്ന് കരുതുക, നമ്മളെന്തോ ചെയ്യും? ഇനി ഇത് കാര്യമില്ല, നമ്മൾ കുറിച്ച് വരും. പക്ഷെ കർത്താവ് പറയാം, നിൻ്റെ ജീവിതത്തിലെ നീ ചതഞ്ഞ അനുഭവത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ നിന്നെ ഒടിച്ചു കളയുകയല്ല ചെയ്യുന്നത്. നീ ഒരു പുകയുന്ന തിരി പോലെയുള്ള അനുഭവമാണെങ്കിൽ അവൻ നിന്നെ കെടുത്തിക്കളയുകയല്ല ചെയ്യുന്നത്. അവൻ എന്ത് ചെയ്യുന്നറിയോ? നിന്നെ നടത്തും. നമ്മളെല്ലാവരും ഒടിച്ചു കളയുന്നവരും ഇല്ലേ, കരിന്തിരി മുറിച്ചു മാറ്റുന്നവരും ആണെങ്കിൽ സ്വർഗം അങ്ങനല്ല. നിൻ്റെ ആ നിർജീവാവസ്ഥയെ, നിൻ്റെ ചാവാറായ ശേഷിപ്പുകളെ അവൻ വീണ്ടും ജീവിപ്പിക്കും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, 20-ാമത്തെ വാക്യത്തിലേക്ക്, 19-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, കമ്പാഷൻ ആൻഡ് പവർ ഓഫ് സെർവൻറ്റ് ഇൻ അക്കംപ്ലിഷിംഗ് ജസ്റ്റിസ്. അവൻ എന്തു ചെയ്യും? നിന്നോട് മനസ്സലിവ് കാണിക്കും. 21-ാമത്തെ വാക്യത്തിലേക്ക് വരും. 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. 21-ാം വാക്യം, എന്നിങ്ങനെ യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ സംഗതി വന്നു. അപ്പോൾ 20-ാമത്തെ വാക്യത്തിൽ പറയുന്നത് എന്താണ്? അവൻ്റെ നാമത്തിൽ ജാതികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു നിർത്തി. ഈ വാക്യത്തിൻ്റെ ഇവിടത്തെ പ്രസക്തി എന്നാണെന്നൊന്ന് ചിന്തിക്കാവോ? ഇതുവരെ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ ഒഴുക്കനുസരിച്ച് ജാതികൾ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. ഇതുവരെ ആരോടാ ഈ പ്രത്യാശയുടെ സന്ദേശം പറഞ്ഞത്? യഹൂദനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ പോയിന്റ് വന്നിട്ട് പറയുകയാണ്, ഈ നിമിഷം മുതലൊരു കാര്യം വിളിച്ചു പറയാം, ജാതികൾ, ഈ രാജ്യത്തിൻ്റെ സുവിശേഷം ജാതികളോട് പറയാൻ തുടങ്ങുക. അതുകൊണ്ടാണ് ഇന്ന് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ വിഗ്രഹങ്ങളെ സേവിച്ച് പാലും പഴവും നേദിച്ച് ശൂലം കുത്തിയൊക്കെ നടക്കേണ്ടവരാ. എന്നാൽ ജാതികൾ അവൻ്റെ നാമത്തിൽ പ്രത്യാശ വയ്ക്കും. നമ്മളൊക്കെ ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരാ. യഹൂദനെ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാം ലോകത്ത് ജാതികളാണ്. നമ്മളെല്ലാം ജാതികളാണ്. പക്ഷെ സ്വർഗം എന്ത് ചെയ്തെന്നറിയാവോ? നമ്മോട് കരുണ കാണിച്ചു. അവൻ തൻ്റെ കരം നമ്മുടെ നേരെ നീട്ടി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് പരിശോധിക്കണം. ഹല്ലേലൂയ, നമ്മളിന്ന് മടങ്ങിപ്പോകുമ്പോൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മടങ്ങിപ്പോകണം. യഹൂദൻ്റെ ഭ്രംശം, റോമാലേഖനം പഠിച്ച സമയത്ത് നിങ്ങൾ ഇല്ലായിരിക്കും അല്ലേ? 9, 10, 11 അധ്യായങ്ങൾ പഠിച്ചപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ കണ്ടു. യഹൂദൻ്റെ ഭ്രംശം ജാതികളുടെ നിരപ്പിന് ഹേതുവായെങ്കിൽ യഹൂദന്മാർ, ഇസ്രായേലിൻ്റെ ഭ്രംശം, ഇസ്രായേൽ ഛേദിക്കപ്പെട്ടു. കാരണം എന്താ? അവർ മത്സരിച്ചു, അവർ കർത്താവിനോട് എതിർത്തു നിന്നു. അത് നമുക്ക് ഉപകാരമായിട്ട് വന്നു. പെറുക്കി കൂട്ടിയ കല്ലായിട്ട് നമ്മൾ മാറി. കർത്താവ് ഒരിക്കൽ പറഞ്ഞില്ലേ, നിങ്ങൾ മിണ്ടാതിരുന്നാൽ ഈ കല്ലുകൾ, ഏതാണ് ആ കല്ല്? നമ്മളാണ്. യഹൂദന്മാർ മിണ്ടാതിരുന്നപ്പോൾ സ്വർഗം ജാതികളിലേക്ക് തൻ്റെ കൈ നീട്ടി. അതുകൊണ്ട് ഇന്ന് നാം തിരഞ്ഞെടുക്കപ്പെടുവാൻ, നാം അവൻ്റെ ജനമായി തീരാൻ, അവൻ നമ്മുടെ രക്ഷിതാവായി തീരാൻ, നാം അവൻ്റെ മക്കളായി തീരാൻ, അവൻ നമ്മുടെ കർത്താവായി തീരാൻ, നാം അവൻ്റെ പ്രജയായി തീരാൻ സ്വർഗം നമുക്കൊരു വലിയ ഭാഗ്യം തന്നു. അതുകൊണ്ട് ഇന്ന് നമ്മുടെ സന്തോഷത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. യഹൂദൻ, അവൻ തള്ളിക്കളഞ്ഞ കർത്താവിനെ ജാതികൾ ഏറ്റെടുത്തു. ജാതികൾക്കത് പ്രത്യാശയായി മാറി, അവർക്കത് ഇടർച്ചക്കല്ലായി മാറിയെങ്കിൽ, ഹല്ലേലൂയ, it was a stumbling stone for the Jews, but it was a stepping stone for the Gentiles. യഹൂദന്മാർക്ക് അതൊരു ഇടർച്ചക്കല്ലാണ്. പക്ഷേ കർത്താവ് നമുക്കൊരു ഇടർച്ചക്കല്ലല്ല, നമ്മുടെ പാറയാണ്. ഹല്ലേലൂയ, നമ്മുടെ സങ്കേതമാണ്. കണ്ണുകളെ അടച്ച്
ഹൃദയങ്ങളെ ദൈവസന്നിധിയിൽ ഏകാഗ്രമാക്കി ശിരസ്സുകൾ നമിച്ച് കർത്താവിനോട് ഒരു വാക്ക് നന്ദി പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. കർത്താവ്, എന്നെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം, എന്നെ വീണ്ടെടുത്തതിനായി സ്തോത്രം, എന്നെ രക്ഷിച്ചതിനായി സ്തോത്രം, എനിക്കൊരു പ്രത്യാശ തന്നതിനായി സ്തോത്രം. എഫേസ്യ ലേഖനത്തിൽ വായിക്കുന്നത് പോലെ ഒരു കാലത്ത് ദൈവമില്ലാത്തവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, പ്രത്യാശയില്ലാത്തവരായിരുന്നു. എന്നാൽ ഇന്ന് ഹല്ലേലൂയ ദൈവമുള്ളവരായി ദൈവ മക്കളാക്കി അവൻ നമ്മെ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രത്യാശയില്ലാത്തവരായിരുന്നു, അവൻ നമ്മെ പ്രത്യാശയുള്ളവരാക്കി മാറ്റി. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, നേരെ മറിച്ച് അവൻ്റെ വലിയ കരുണയാണ്, അവൻ്റെ വലിയ കൃപയാണ്. നിന്മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നിന്മഹാ നിന്നെ ഞാൻ സ്തുതിച്ചിടുമെന്നും നാശമില്ലാത്തവ യേശുവിൻ ഭാഗ്യസാന്നിധിയോ നീതിയിൽ വാടമൂടിയതും നിന്മക്കൾക്കു സ്വർഗേ ലഭിക്കും. നിന്മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു നിൻ മഹാ അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നു